Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികൾ അതിന്റെ ആൻസർ കീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എക്സാമിന്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും നമുക്ക് അതിന്റെ ആൻസർ നോക്കി എക്സ്പ്ലനേഷൻ നൽകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ 100 ചോദ്യങ്ങളുടെ ആൻസർ ഒറ്റയടിക്ക് നൽകാൻ സാധിക്കില്ല. സോ ഓരോ പാർട്ടായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് തന്നെ 100 ചോദ്യങ്ങളുടെയും ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ നൽകാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ മാർക്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. വരാൻ പോകുന്ന ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, ഈ പോസ്റ്റുകൾക്കൊക്കെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാണ്. നിങ്ങൾ ഇന്ന് എക്സാം എഴുതിയതാണ്. അപ്പോൾ നമ്പർ 1, commission paid to consignee for sales above a certain price is called. കൺസൈനിക്ക് കമ്മീഷൻ ഒരു സർട്ടൺ പ്രൈസിനേക്കാൾ കൂടുതൽ കൊടുക്കുമ്പോൾ ഫോർ സെയിൽസ്, ആ കമ്മീഷനെ പറയുന്ന പേരെന്താണ്? നമ്പർ 1 ഓർഡിനറി കമ്മീഷൻ, നമ്പർ 2 ഓവർ റൈഡിംഗ് കമ്മീഷൻ, നമ്പർ 3 ഡെൽക്രെഡറി കമ്മീഷൻ, നമ്പർ 4 ബ്രോക്കറേജ്. ആൻസർ എന്താണ് വരാ? ഓവർ റൈഡിംഗ് കമ്മീഷൻ ആണ്. ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുന്നത്, ഓർഡിനറി കമ്മീഷൻ ടോട്ടൽ സെയിൽസിനെയാണ് നമ്മൾ കൊടുക്കുന്നത്, അതാണ് ഓർഡിനറി. ഓവർ റൈഡിംഗ് ആണ് പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട്, സെയിൽസ് ഫോർ സെയിൽസ് എബോവ് എ സർട്ടൺ പ്രൈസ്, അതാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ. ദെൻ ഡെൽക്രെഡറി എന്ന് പറയുന്നത് റിസ്ക്, ബാഡറ്റ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഡെൽക്രെഡറി. ബ്രോക്കേഴ്സിന് കൊടുക്കുന്നതാണ് ബ്രോക്കറേജ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ഓൺ ഡിസൊല്യൂഷൻ ദി ലോൺ ഫ്രം എ പാർട്ട്ണർ ഈസ്. ഡിസൊല്യൂഷന്റെ സമയത്ത് പാർട്ട്ണറുടെ ലോൺ നമ്മൾ എപ്പോഴാണ് സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യുക? ക്രെഡിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, ഡെബിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, പെയ്ഡ് ബിഫോർ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി, പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി. എന്താണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി, സെക്കൻഡ് പാർട്ട്നേഴ്സിന്റെ ലോണ്, തേർഡ് ആണ് ക്യാപിറ്റൽ വരാം പാർട്ട്നേഴ്സിന്റെ. അപ്പോൾ പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഫസ്റ്റ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി പേ ചെയ്തതിന് ശേഷമാണ് നമുക്ക് പാർട്ട്നേഴ്സിന്റെ ലോണിനുള്ള അല്ലേ പ്രയോറിറ്റി വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ്. AS1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്. AS3 ആണ് ക്യാഷ് ഫ്ലോ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ് വരുന്നത്. AS1. 3 പറഞ്ഞു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. AS5 വരുന്നത് പ്രയർ പീരീഡ് ഐറ്റംസിൽ വരുന്ന പോളിസീസിൽ വരുന്ന ചേഞ്ചസ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും, അതാണ് AS5. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. അപ്പോൾ AS3 ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. The principle that revenue is recognized when it is earned regardless of when cash is received is called. അപ്പോൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണു അല്ലെങ്കിൽ when it is earned regardless of when cash is received, ആ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരെന്താണ്? നമ്പർ 1 മാച്ചിങ്, ദെൻ റവന്യൂ റെക്കഗ്നിഷൻ, കോസ്റ്റ് പ്രിൻസിപ്പിൾ, കൺസിസ്റ്റൻസി. ഈസിയാണ്, റവന്യൂ റെക്കഗ്നിഷൻ ആണ് ആൻസർ വരാ, ഓപ്ഷൻ ബി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് ആദ്യം പറഞ്ഞേക്കുന്നത്, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ റിക്വയർസ് റിവാലുവേഷൻ ഓഫ് പാർട്ണർഷിപ്പ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ റിക്വയർസ് റിവാലുവേഷൻ വേണമെന്നാണ് പറയുന്നത്. 2 അസംപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസോൾവൻസി എഫക്ട്സ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. നമ്പർ 2, ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ഓൾവേസ് ഹാവ് എ ക്രെഡിറ്റ് ബാലൻസ്. 2. വിച്ച് ഓഫ് ദീസ് അസംപ്ഷൻസ് ആർ ഇംപ്ലിസിറ്റ് ഇൻ ദി സ്റ്റേറ്റ്മെന്റ്? ഏതാണ് ഇതിൽ കറക്റ്റ്?
റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ. ഹലോ, ഓൺലി അസംഷൻ 1 ഈസ് ഇംപ്ലിസിറ്റ്, ഓൺലി അസംഷൻ 2 ഈസ് ഇംപ്ലിസിറ്റ്, ബോത്ത് 2, നൈദർ 1 or 2. അപ്പോൾ നമുക്കിതിലെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെ ശരി ഏതാണ് തെറ്റ് ഏതാണെന്നുള്ളത് നോക്കാം. ഇൻസോൾവൻസി എഫക്ട്സ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ട്രൂ ആണ് അല്ലേ. ഇൻസോൾവൻസി എഫക്ട്സ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ. ഇൻസോൾവൻസി വന്നു കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കും. ട്രൂ ആണ്. ദെൻ ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ഓൾവേസ് ഹാവ് എ ക്രെഡിറ്റ് ബാലൻസ്. ഇൻസോൾവെന്റ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ക്രെഡിറ്റ് ബാലൻസ് ആ വരുള്ളൂ എന്നാണ് പറയുന്നത്. ആണോ? ഡെബിറ്റ് ബാലൻസ് വരാം എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഫോൾസ് ആണ്. സോ ആദ്യത്തെ മാത്രമാണ് ഇംപ്ലിസിറ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരിക. 5 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ള. ബാലൻസ് 5 ചോദ്യങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ.